നിങ്ങൾ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് പോയി നോക്കിയാലും അത് GCC കൺട്രികളിൽ മുഴുവനും, ഇനിയിപ്പോൾ ആഫ്രിക്കൻ കൺട്രികളിൽ ആയാലും യൂറോപ്യൻ കൺട്രികളിലായാലും ഏഷ്യൻ കൺട്രികളിൽ ഏത് ഭാഗത്തായി പോയി നോക്കിയാലും ഒരു പള്ളിയിൽ കുറച്ച് ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ തലമറച്ചിട്ടുണ്ടാകും. ഇസ്ലാമിൻ്റെ ഷിആറാണത്. ഓരോ നാട്ടിലെ ജനങ്ങൾക്ക് അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക തലപ്പാവുകളുണ്ട്. ഇനി അതുമല്ല, ഓരോ കോളേജുകൾ, ആ കോളേജിൽ നിന്ന് ബിരുദധാരികളായി ഇറങ്ങുന്ന ആളുകൾക്ക് അവരുടേതായ തലപ്പാവുകളുണ്ട്, അല്ലേ? ഇപ്പോൾ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദെടുത്ത ആളുകളുടെ തലപ്പാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചുവന്ന തൊപ്പിയും അതിൻ്റെ സൈഡിൽ വെളുത്ത തലയെ കെട്ടും. ഒമാനികൾക്ക് അവരുടെ തൊപ്പിയുണ്ട്. ഖത്തറിൻ ആളുകൾക്ക് അവരുടെ തലപ്പാവ് ഒരു ചുവന്ന നിറത്തിലുള്ള ഖത്ര. സൗദിക്കാർക്ക് അവരുടേതായ തലപ്പാവ്. സുഡാനികൾക്ക് വലിയ 3 മീറ്റർ 4 മീറ്റർ നീളമുള്ള വലിയ മുണ്ടുകൊണ്ട് ഏറ്റവും വലിയ തലപ്പാവ് സുഡാനികൾക്കുണ്ട്, അല്ലേ? അതേപോലെ UAE ആളുകൾക്ക് അവരുടെ വെളുത്തൊരു തലയെക്കെട്ട്, നല്ല ഭംഗിയിലുള്ള തലയെക്കെട്ട്. അപ്പോൾ ഓരോ നാട്ടിലെ ജനങ്ങൾക്കും തലയെക്കെട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഫൈസികൾക്ക് തലയെക്കെട്ടുണ്ട്, സക്കാഫികൾക്ക് അവരുടേതായ തലയെക്കെട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങളാണ്. അവരെ മുഖത്ത് നോക്കിയാൽ ആ ഒരു ഈമാൻ തുളുമ്പുന്ന തഖ്വയുള്ള മുഖം. നേരെ മറിച്ച് വഹാബികളോ, അസ്തഗ്ഫിറുല്ലാഹ്, ഏതെങ്കിലും ഒരു ലോകത്ത് ഇതേപോലുള്ളൊരു വെട്ടി ശരിയാക്കാത്ത താടിയും തലമറക്കാത്ത ഒരു കൗമ, അസ്തഗ്ഫിറുല്ലാഹ്, ആലോചിച്ച് നോക്കിയേ. ഇവിടൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ മെമ്പറയിൽ കയറി ഖുത്ബ ഓതുന്ന വ്യക്തി ഒരു കന്തൂറടും, അതിൻ്റെ മേലെ ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ട്രഡീഷണൽ ഒരു ഡ്രസ്സുണ്ട്, ഒരു കോട്ട് പോലെ. അതിൻ്റെ പേര് എനിക്കറിയില്ല. കറുപ്പ് കളറുള്ള വലിയ കസവ് കൊണ്ടൊക്കെ തുന്നിയ ഒരു അതിൻ്റെ മേലൊരു കോട്ട്. പിന്നെ നല്ല തലപ്പാവല്ല, അവരുടെ ഏതൊരു മലയാളി ആയാലും ബംഗാളി ആയാലും ഏതൊരാളായാലും ഇവിടുത്തെ ആ ഒരു ഖത്ര അതിട്ട് അതിന് മേലെ അറബികൾ വെക്കുന്ന ഒരു വട്ട് വെക്കണം. ഏതൊരാൾ മെമ്പറയിൽ കയറുകയാണെങ്കിലും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് നിൽക്കുന്ന ആള് ഇവിടുത്തെ ട്രഡീഷണൽ വേഷം അവർ ധരിച്ചിരിക്കണം. എല്ലാ ഇമാമിനും ആ വേഷമാണ്, അറബികളുടെ വേഷമാണ്, അല്ലേ? നേരെ മറിച്ച് വഹാബികളോ, ഇത് സുഹൃത്തുക്കളെ, ഇത് ഇസ്ലാമല്ല. ഇത് ഇസ്ലാമിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടി യഹൂദി നസറാണികൾ ഉണ്ടാക്കി അവരുടെ ബി ടീം പാവപ്പെട്ട അറിവ് കുറഞ്ഞ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാടകം കളി എന്ന് മാത്രമേ ഇതിന് പറയാൻ കഴിയുള്ളൂ.